പൈസ മേലെ അവരുടെ കൺസൈൻമെന്റിന് പോകുന്നത് വേഗം കൊള്ളാം. അല്ലല്ല വാസവനെ ചോദിക്ക് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ചോദിക്കുക. ചോദിച്ചിട്ടടിക്കും ഒരു വട്ടം ചോദിച്ചാൽ ഇന്നൊരു ദിവസം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. FPS ഇതൊന്നും ഇന്നൊരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. വണ്ടി പറഞ്ഞല്ലോ നമ്മുടെയോ ചോദിച്ചിട്ടടി നിർത്തി ഇടത്തോട്ട് തട്ടിക്കളാ ഇനി വരുന്ന വണ്ടി നോക്ക് വണ്ടി ബാക്കിൽ വണ്ടി വരുന്നടാ ചന്ദ്ര. പോരെ നിങ്ങളെ പോലെ അവിടെ കയറി വാ. രണ്ടുപേര് വണ്ടി ചത്തത് വണ്ടി പറഞ്ഞ അടി തിരിച്ചു അവനവിടെ തോന്നുന്നു. തൂക്ക് അവനെ നമുക്ക് വേണം കേട്ടോ. അവനെ നമുക്ക് വേണം. പിങ്ങിട്ടെ അപ്പാപ്പ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവനെ ഹോസ്റ്റലാക്ക അണ്ണാനെ അവനെ നമുക്ക് വേണം. ആ ചത്ത ബോഡി നമുക്ക് വേണം. റോഡ് കിടപ്പുണ്ട്. സ്റ്റാർട്ടാവില്ലടാ ഈ വണ്ടി. ഇപ്പഴല്ല ഡെഡ് ബോഡി വെയിറ്റ് ചെയ്യും. ഇവിടെ നമ്മുടെ ആളെ പൊക്കാൻ പറ്റില്ല. അവൻ ചത്തല്ലേ? ഇറങ്ങില്ല. നമ്മുടെ ബോഡി ഒരെണ്ണം കിടപ്പുണ്ട്. ഒരെണ്ണം വെള്ളത്തിലോട്ട് പോയെന്ന് തോന്നുന്നു. നിങ്ങള് അല്ലാണ്ട് വേറെ ഫൈറ്റ് നമ്മുടെ MG3 മറ്റേ എലി വിദ്യാലയല്ലേ അവിടെ കൺസൈൻമെന്റ് അണ്ടി നിനക്ക് കൺസൈൻമെന്റ് ഉണ്ടെങ്കിൽ നമ്മടുത്ത് അലക്സിനടുത്ത് മാസം പറഞ്ഞു കൊടുക്കേട്ടാ. നിന്റെ അലക്സിനടുത്ത് മാസം പറഞ്ഞു കൊടുക്ക്. ഞങ്ങള് മര്യാദക്കിരുന്നല്ലേ നിന്റെയൊക്കെ ഉണ്ടാക്കാൻ വന്നായിരുന്നു. ഞങ്ങള് നിന്നെയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സാധനം ഉണ്ടാക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ തെറിവിളിച്ചിട്ടില്ല. ഞാൻ ബാൻ മേടിക്കത്തില്ല. അയ്യോ കൺസൈൻമെന്റിന് പോകൂടായിരുന്നോ? മഴവിൽ പാൻഡോ ഓനെ കൺസൈൻമെന്റിന് പോകുമ്പോ മര്യാദക്ക് സ്വന്തം കാര്യം നോക്കി അങ്ങ് പോയാ പോരായിരുന്നോ? എന്തിനാണ് വെറുതെ ബാക്കിയുള്ളവരുടെ വാറിനകത്ത് കയറി ഇടപെട്ടത്? എന്താവശ്യമുണ്ട് നിങ്ങൾക്കൊക്കെ?
നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാ നിന്റെ അലക്സ് അണ്ണൻ ഇങ്ങനെ കിടന്ന് അതിനകത്ത് ഇട്ടോണ്ടിരിക്കുന്ന മാസാണോ എന്ന്? നമ്മൾ വേറൊരു ഗ്യാങ്ങുമായിട്ട് അടിച്ച് തോറ്റേന് ഞങ്ങളെ കളിയാക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? കൺസൈൻമെന്റ് പോയി അങ്ങ് ഉണ്ടാക്കിയാൽ പോരായിരുന്നോ? TV ഉണ്ടാക്കാൻ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇനിയിപ്പൊ ഈ റെയിൻബോ തുണി ഇട്ട് നീ ഇങ്ങനെ ഇവിടെ കിടന്ന് ഏഴാ. നിന്റെ അലക്സ് അണ്ണനോടും പറ ഏഴയാൻ. നിന്റെയൊക്കെ വർത്താനം എന്താടാ? നിനക്ക് വർത്താനം, നീ ഒന്ന് വാർ തോറ്റിട്ടില്ലേ സിറ്റിയില്? നീ ഒന്നും വാർ തോറ്റിട്ടില്ലേ? പൊട്ടണം നിനക്കൊക്കെ. ഹോസ്റ്റൽ എടുത്തല്ലോ. എടാ ഈ ബോഡി രണ്ടുപേരാ എടുത്തോ ക്യാരി ചെയ്തോ ക്യാരി ചെയ്തിട്ട് എടുത്തിട്ട് നീലത്തിടക്കെ കൊണ്ടിടാം. അവനെറാ ക്യാരി എറാ മന്ദാരം അവനെ തട്ടി തോളത്ത് കയറ്റ. നമ്മുടെ ആളാണെങ്കിൽ വാറൊക്കെ തോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അതിന് വർത്താനം കണ്ടവന്മാർ അടിച്ചെന്ന് പറഞ്ഞാൽ ആ ക്രെഡിറ്റ് കൊണ്ട് നമ്മുടെ തൂമ്പാൻ വരരുത്. എനിക്ക് രണ്ട് EMS നെ കൊണ്ട് പൊക്കിക്ക്